നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കരിയർ റീഡിംഗ് ആണ്. അപ്പോൾ 2025 നിങ്ങളുടെ കരിയറിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷനോ ജോലി നഷ്ടപ്പെടുകയോ പുതിയ ജോലി കിട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുന്ന കരിയർ നോക്കുന്നില്ല, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് റീഡിങ് മാത്രമേ മാഡം നോക്കുള്ളൂ എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ കൂടുതലും അത് മീൻസ് അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ റീഡിങ് കാണുന്നത്. എൻ്റെ കരിയറൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല ആൾക്കാർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇടുന്നതല്ലേ ബെറ്റർ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. കരിയറെല്ലാം ഫ്യൂച്ചർ സ്പൗസ് കരിയറെല്ലാം പേഴ്സണൽ റീഡിങ്ങിൽ വരുന്നത് അവർക്ക് ചിലർക്ക് കുറച്ച് പേർക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. നോ കോണ്ടാക്ട് ഇരിക്കുന്നത്, പിന്നെ എക്സ് എന്താണ് ചെയ്യുന്നത്, അതൊക്കെ കുറച്ച് ആളുകൾക്കാണ്. ക്രഷ്, ഇതൊക്കെ കുറച്ച് ആൾക്കാർക്കാണ്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്, ഇപ്പോഴത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, ഇതാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റീഡിങ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കരിയർ നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇതാണ് ഈ 3 കാർഡ്സ്. 1, 2, 3 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഈ റീഡിംഗ് കണ്ടിട്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1, 2, 3 നമ്മൾ നോക്കുക. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കരിയറിൽ. പിന്നെ നിങ്ങൾ എന്താണ് കരിയറിൽ ആഗ്രഹിക്കുന്നത്, ആ കാര്യം ഇനി അത് കഴിഞ്ഞ് എന്താണ് നിങ്ങളുടെ കരിയറിൽ ഈ വർഷം നടക്കാൻ പോകുന്നത് 2025. പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസും. ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അത്ര വലിയ റീഡിംഗ് ആയിരിക്കില്ല, നമുക്ക് നോക്കാം. അപ്പോൾ കാർഡ്സ് മാറ്റിക്കോട്ടെ. ഓക്കെ, നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. കരിയർ സംബന്ധിച്ചിട്ടുള്ള ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഒരു പൂച്ചക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അവന് കുറുങ്ങലുണ്ട്. അപ്പോൾ അവൻ ആ ശ്വാസം വലിക്കുന്ന സൗണ്ടാണ്, കൂർക്കം വലിക്കുന്ന പോലെയുള്ള സൗണ്ടാണ് അവൻ കേൾക്കുന്നത്. മരുന്നൊന്നും കൊടുത്തിട്ട് മാറുന്നില്ല. ഇനി അവൻ്റെ ജനറ്റിക് ആയിട്ടുള്ള അവനുള്ള കാര്യമാണോ എന്നറിയില്ല. ഞാനിവിടെ വന്ന് കിടക്കുന്നുണ്ട്. പിൻറ്റാന്ന് അവൻ്റെ പേര്. അവനോട് കിടക്കുമ്പോൾ ഞാൻ ഓടിച്ചില്ല, ശല്യമില്ല, അവൻ കിടന്നുറങ്ങുക. അപ്പോൾ കൂർക്കമ്പലിയുടെ ശല്യം മാത്രം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കൂർക്കമ്പലി കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. കരിയർ സംബന്ധിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയറിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നിറയെ പോസിബിലിറ്റീസ് ഉള്ളതാണ് ഒരു കരിയറിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരിയറിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഈ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മൾ വിചാരിക്കും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്ന എന്നായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യത്തിലൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഉയർച്ച വേണമെങ്കിൽ ഞാനൊരു വേറെ കാർഡ്സ് കിട്ടുമെന്ന് നോക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കാർഡ് കിട്ടി. അപ്പോൾ എന്താ പറയുക, നമ്മളെ എങ്ങനെയാണ് നമ്മളുടെ കമ്പനിയിലെ സീനിയേഴ്സ് കാണുന്നത്, അതനുസരിച്ചാണ് നമുക്ക് അവിടെ പ്രൊമോഷൻ കിട്ടുക, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഉയർച്ച ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നല്ല പോസിബിലിറ്റീസ് ഉള്ള ഒരു ജോലിയിലാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് കൂർക്കം വലിക്കുന്നത്, സോറി കേട്ടോ. ഡിവൈൻ വിസ്ഡം, ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. പിന്നെ നിങ്ങളുടെ ഒരു തോന്നലുകൾ ഉണ്ടാവും നിങ്ങൾക്ക്, അതിന് ചെവി കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റുള്ളവർ ഫീഡ്ബാക്ക് തരുമ്പോൾ അത് പോസിറ്റീവായിട്ട് കാണുക, അതാണ് അടുത്ത കാർഡ്. പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ജോലി എടുക്കുമ്പോൾ അതിന് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. അയാൾക്ക് എന്നോട് പേഴ്സണലായിട്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ എന്നെ ഇങ്ങനെ ഫീഡ്ബാക്ക് തരുന്നത് എന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മൾ ഫലപ്രദമായിട്ട് യൂസ് ചെയ്തിട്ട് അത് നമ്മളുടെ ജോലിയിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ കിടന്ന് എന്താ പറയുക, അതിനകത്ത് ഇൻവോൾവ് ആവാതെ
ഈ പ്രശ്നത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ 3 കാർഡ്സാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. ഇനി ഇപ്പോൾ നിങ്ങളുടെ ജോലിയിൽ, കരിയറിൽ എന്താണ് നടക്കുന്നത് നോക്കാം. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്മച്യൂർഡാണ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പുതിയതായിട്ട് ജോലിക്ക് അത്ര ആയിട്ടുണ്ട്, ചിലപ്പോൾ പ്രൊബേഷണറി പീരീഡിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ ഗോസിപ്പിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അതുപോലെ അത് ഒരു ഗോസിപ്പിന് നിങ്ങൾ ചെവി കൊടുക്കുന്ന പോലെ, പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ. അപ്പോൾ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പൊളിറ്റിക്സിനല്ല പോകുന്നത്, മറ്റൊരാളെ ചവിട്ടി താഴ്ത്തിയിട്ട് എനിക്ക് ഉയർച്ച വേണം അങ്ങനെ ഉള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവാം. അതായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇത് നിങ്ങളുടെ എനർജി ആവണമെന്നില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള കരിയറിൻ്റെ, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള എനർജീസ് ആവാം. ആളുകൾ ചിലർ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് അതിൻ്റെ നമ്മൾ സിമ്പതി കൊടുക്കുന്നത് അവരിൽ നിന്ന് ന്യൂസ് പിടിക്കാനാണെന്ന് പറയും. അപ്പോൾ നമ്മളടുത്ത് വന്നിട്ട് അയ്യോ നിങ്ങൾ തമ്മിൽ മാനേജറും താനുമായിട്ട് പ്രശ്നം ഉണ്ടായെന്ന് കേട്ടല്ലോ, എന്ത് പറ്റി, സിമ്പതി ചോദിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇത് മാനേജറുടെ ചെവിയിലെത്തും, പിന്നെ ചുറ്റുമുള്ളവരുടെ ചെവിയിലെത്തും. ആരും നിങ്ങൾക്ക് വില തരില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക കേട്ടോ. ഈ ഗോസിപ്പ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ അടുപ്പിക്കാതിരിക്കുക. അത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ് നിങ്ങളുടെ ഇത് വന്നിരിക്കുന്നത്. അവന് ശ്വാസം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവം തലപൊക്കി കിടക്കുക, അവനെപ്പോഴും തല പൊക്കി വെക്കും. പാവം ശ്വാസം കൊണ്ട് നല്ലോണം ഉണ്ടാകും. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങളിവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് ഈ സ്ഥലത്ത്, മനസ്സിലായി. ലോങ് ടേം പ്ലാൻ നിങ്ങൾക്കുണ്ട്. കുറച്ച് ഇവിടെ നിന്നിട്ട് എന്താ പറയുക, കുറച്ച് പ്രൊമോഷൻ എല്ലാം കിട്ടണം, നല്ലൊരു ഫ്യൂച്ചർ ഈ കമ്പനിയിൽ വേണം. ഒരു ലോങ് ടേം ആണ് നിങ്ങളുടെ പ്ലാൻ, മനസ്സിലായോ? അപ്പോൾ അതൊരു കാര്യം. വേറൊരു കാര്യം പറയുന്നത്, ചിലർക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണ് ഈ കമ്പനിയിൽ. ചിലപ്പോൾ പുതിയതായിട്ട് ആദ്യമായിട്ട് ജോലിക്ക് കയറിയതാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജനറലി ഒരു എനർജി അങ്ങനെ ആയിരിക്കാം. അപ്പം നിങ്ങൾ കൂടുതലും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന, കമ്പനിയിൽ അത്ര സീരിയസ് ഒന്നും അല്ലാതെ ഓരോ കമ്പനി ചാടി നടക്കുന്നവരുടെ കൂടെ നിൽക്കുകയായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അടിച്ചു പൊളിച്ച് ജീവിക്കുക, വലിയ പാഷനൊന്നുമില്ല, കമ്പനിയോട്ടോട്ട് വലിയ അട്രാക്ഷനൊന്നുമില്ല, പക്ഷേ അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതാണ് നിങ്ങൾ. പോണത്ര പോലെ പോട്ടെ, എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്നൊരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും പാഷൻ ഇല്ലാത്ത ഒരു എനർജി. നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയത്, അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ, ഒരു വർഷം ഇങ്ങനെ പോട്ടെ എന്നൊരു ചിന്തയുള്ള പോലെ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെയുള്ള എനർജീസ് ആയിരിക്കും നിങ്ങളെ മെൻറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനത്തെ എനർജീസ് ആയിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി. അവരും ജോലിയെക്കുറിച്ച് അത്ര സീരിയസ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയോളജി നിങ്ങളുടെ ഉള്ളിലേക്ക് വിടാൻ അവർ നോക്കുന്നുണ്ട് എന്ന് പറയും. ചിലർക്ക് കമ്പനി ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ അവർ നിങ്ങളുടെ ട്രെയിനർ ആണെങ്കിൽ മെൻറ്റർ ആണെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് ചേരുമ്പോൾ ആ ഒരു എനർജി അവർ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ നോക്കും, നെഗറ്റീവ് എനർജി. അപ്പോൾ സൂക്ഷിക്കുക അത്. ഓക്കെ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? കരിയറിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? കരിയറിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ വെറുതെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്, ഒരു കാര്യത്തിനെ കുറിച്ചും സീരിയസ് അല്ല. ഓക്കെ, കമ്പനിയിൽ കയറി പോട്ടെ, അത് എങ്ങനെയെങ്കിലും ആവട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങളെ വിവാഹം കഴിച്ച ആൾ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്കൊരു ജോലി പിടിച്ച് തന്നതുമാവാം. കല്യാണം വഴി കിട്ടിയ ജോലി ആയിരിക്കാം. നിങ്ങൾക്ക് വിവാഹം കഴിച്ച് ജീവിക്കണം എന്നല്ലാതെ ഒരു ജോലി എടുത്ത് അങ്ങനെ വീട് നോക്കണം എന്നൊന്നും ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവില്ല. ചിലർക്ക് ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹൗസ് ഹസ്ബൻഡായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് ജോലിക്ക് ചെയ്യിക്കുന്ന പോലെയാണ് നിങ്ങൾ തോന്നുന്നത്.
അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല, നിങ്ങൾ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. അപ്പോൾ മാരേജ് കാരണമാണ് നിങ്ങൾ ഈ ജോലിയുടെ സിറ്റുവേഷനിലേക്ക് വന്നേക്കുന്നത്. നല്ലോണം പൈസ ഉള്ള ഒരു ഫാമിലിയിലാണ് നിങ്ങൾ വിവാഹം കഴിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി എടുക്കേണ്ട കാര്യമില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ. എല്ലാം സെറ്റിൽഡ് ആണ്, പൈസ ഇഷ്ടംപോലെ ഉള്ളൊരു ഫാമിലിയിലാണ് നിങ്ങൾ വിവാഹം കഴിച്ചേക്കുന്നത്. അപ്പോൾ എന്നാലും ചിലർ നല്ലോണം ഡ്രസ്സ് ചെയ്ത് നടക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, വീട്ടിൽ നല്ലോണം പണമുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ ഇഷ്ടമാണ്, കൂടുതൽ ഫ്രണ്ട്സ് വേണം, 4 പേരെന്നെ കാണണം, എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനായിട്ട് ഒരു ജോലിയെ കാണുന്ന ഒരു എനർജി പോലെയാണ് നിങ്ങൾ ഈ ജോലിയെ കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ കരിയറിൽ അത്ര വല്ല മീൻസ് കരിയർ നിങ്ങൾക്ക് ഇതാണ്, പക്ഷേ ആംബിഷൻ ഉണ്ട്, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തേക്ക് ഇൻപുട്ട് ഇടാൻ അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ കൂടുതലും ഈ കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള എനർജി ആണെന്നാണ് പറയുന്നത്. പ്ലഷറാണ് നിങ്ങളുടെ നോട്ടം, അല്ലാതെ ഇവിടുന്ന് സാലറി വലിയ ഇതില്ല, ഇവിടുത്തെ സാലറി കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ എന്നൊരു മൈൻഡാണ് നിങ്ങളുടെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വലിയ സക്സസ് ആണെങ്കിൽ സക്സസ് കിട്ടിയാൽ കൊള്ളാം, അല്ലാതെ നിങ്ങൾക്ക് അതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ മാനേജറോ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകില്ല എന്നൊരു ധൈര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് കൂടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ പെർട്ടിക്കുലർ കരിയറിലേക്ക് കയറിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതായാലും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ജോലിയിൽ നിന്നാണ് കാണിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം. ഇവിടെ ടോറസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, അക്വാരിയസ് ഉണ്ട്. ഹാപ്പിനെസ്, ഓക്കെ. ഇവിടെ ഒരു മാനേജർ ഉണ്ട്, വലിയൊരു സീനിയർ മാനേജർ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബിസിനസ്സിൻ്റെ ഓണർ ആയിരിക്കാം. നിങ്ങൾക്ക് തലവേദന തരാൻ ഒരു ചാൻസ് ഉണ്ട് ഈ പേഴ്സൺ. ചിലപ്പോൾ ഇവിടെ നിങ്ങൾ ജോലി എടുത്തേ പറ്റുള്ളൂ, നിങ്ങൾക്ക് കുഴപ്പം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാൻസ്ഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്, ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പെട്ടുപോകും, നിങ്ങൾക്ക് റിസൈൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ചാൻസും കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ബോണ്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സീനിയർ ഒരു നിങ്ങളുടെ മാനേജറിൽ ഒരു വ്യത്യാസം, അവിടെ ഒരു ട്രാൻസ്ഫർ നടന്നിട്ട് അവിടെ പുതിയൊരാൾ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. ആ പേഴ്സൺ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് തടങ്കലിടാൻ ഇത് കുറച്ച് നാൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2025 ഇവിടെ മാനേജ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്നില്ലെങ്കിൽ ഇവിടെ നന്നായിട്ട് ജോലി ചെയ്യേണ്ടി വരും ഇവിടെ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി റിസൈൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യം കാണും, നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇതുപോലെ അടിച്ചു പൊളിച്ച് കമ്പനി പൈസയിൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹാപ്പിനെസ് ഇവിടെ ഒരു തലവേദനയായിട്ട് വരും. മനസ്സിലാവണം, ഇത് ചോദ്യം ചെയ്യപ്പെടും. ഇതൊരു എംപററാണ് വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ചിലപ്പോൾ ഇത് ലോസിൽ നടക്കുന്ന ഒരു കമ്പനി ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ അപ്പം മാനേജ്മെൻറ്റിലെ ആളെ മാറ്റിയിട്ട് ഓണർ തന്നെ ഇതിനെ കമ്പനി മാനേജ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് വരാൻ പോകുന്നത്. അങ്ങനെയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, നിങ്ങളുടെ ഈ ഹാപ്പിനെസ്സിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്, ആ ഒരു കംഫർട്ട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ കരിയറിൽ നിന്ന് വേറെ കരിയർ നോക്കുകയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ കരിയറിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടി വരും. നിങ്ങൾ ജോലി ചെയ്യാൻ നിർബന്ധിതനാകുകയോ നിർബന്ധിതയാവുകയോ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കരിയർ വേണമെന്നുണ്ട്. മനസ്സിലായി എന്താണ് ഉദ്ദേശം നമ്മൾ ഇതിൽ കണ്ടു. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ ഒരു പുറത്തിറങ്ങി ശീലിച്ചവർക്ക് വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ജോലി വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ വരുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല, നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ അത്ര ഇഷ്ടമുള്ള ആളായിട്ടല്ല കാണിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ഒന്നും വരില്ല എന്നാണ് പറഞ്ഞത്. പുതിയ കമ്പനീസിനുള്ള ഓഫേഴ്സ് ഒന്നും വരാൻ വഴിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, കുറച്ചും കൂടെ പരിചയമുള്ള ആളുകളുണ്ട് ഇവിടെ. അവൻ എൻ്റെ മൊബൈലിലെല്ലാം കൂടെ തട്ടിത്തെറിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ആണെന്ന് തോന്നുന്നത്. അത് കിടന്നിട്ട് ശരിയാവുന്നില്ല പാവം. ഓക്കെ,
പിന്റുകുട്ടാ, പിന്റു. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഉഴപ്പാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പം കാരണം പുറത്തേക്ക് നിങ്ങൾ ജോലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം നിങ്ങളുടെ ജോലിയുടെ ആ ഒരു ലൈഫ് ഇത് മാറ്റാൻ ഒരു ടൈം മാറാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ ജോലി ചെയ്ത പോലെ അല്ല ഇനി നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇവിടെ ഒരു നിൽക്കാൻ പറ്റും ഈ കമ്പനിയിൽ. നിങ്ങളുടെ റിലേഷനിലുള്ള ആൾ പോയാലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആ പേഴ്സൺ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നരകമായിട്ട് മാറുമാരും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാവില്ല. നിങ്ങൾ ഈ ചിരിച്ച് കളിച്ച് നിൽക്കുന്നവരെല്ലാം നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ ശരിക്കും ട്രെയിനിങ് കിട്ടാത്ത ആളാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് സീരിയസ് ആയിട്ട് എടുക്കാത്ത ആളാണ്, നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് ഇതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് ചിലപ്പോൾ ഒരു റീട്രെയിനിങ്ങിന് വിടും. എന്നാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അവർ നിങ്ങളെ ഈ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പുതിയ ജോലികൾ വരാനും ചാൻസ് കുറവാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ലിയോ, ഏരീസ്, ബാക്കി സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, ഇതാണ് ഒന്നാമത്തെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം തുറന്നു വേണത്. ഓക്കെ, സൺ കാർഡാണ്, ഹാപ്പിനെസ് ആണ്, ക്ലാരിറ്റി ആണ് സൺ കാർഡ് കാണിക്കുന്നത്. എന്നാലും നമുക്കൊരു ഓറക്കൽ മെസ്സേജ് നോക്കാം. എന്നിട്ട് ഞാനത് പെട്ടെന്ന് തിരിച്ചു വന്നു, കുഴപ്പമില്ല. ഓക്കെ, ഹാപ്പിനെസ്സും ക്ലാരിറ്റിയാണ് കാർഡ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയും കൂടെ കാണിക്കും, ഒരു ബേബിയെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. പെട്ടെന്ന് ആരോ പ്രഗ്നൻ്റ് ആവുക, അല്ലെങ്കിൽ ഡെലിവറി ടൈം, അങ്ങനെയൊക്കെയാണ് അത് കാണിക്കുന്നത്. ഭഗവാനെ, കാർഡ് മറിഞ്ഞിരിക്കുന്ന പോലെ. ഈ കാർഡ് ഞാൻ തിരിച്ചു വെച്ചില്ല. ഒരു ബ്ലോക്ക് വരുന്ന പോലെ. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. വേറെ കാർഡ് തിരിഞ്ഞിട്ടുണ്ടോ നോക്കി. ഈ രണ്ട് കാർഡാണ് ഒരു ടോക്സിക് സിറ്റുവേഷൻ, അതാണ് ബ്ലോക്ക് പോലെ വന്നത്. ടോക്സിക് സിറ്റുവേഷനും ഒരു ഡിസ്ട്രോയറുമാണ് കാണിക്കുന്നത്. മേജർ ചേഞ്ച്, വളരെ സീരിയസ് ആയ ഒരു സിറ്റുവേഷനാണിത്. വളരെയധികം സീരിയസ് ആയ ഒരു സിറ്റുവേഷനാണ് ഇത്. കരിയർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ വളരെ ടോക്സിക് ആയൊരു കരിയറിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ചിലപ്പോൾ മാനേജ്മെൻറ്റായിട്ട് ബഹളം ഉണ്ടാവും, കൊളീഗ്സായിട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല ഇവിടെ, മനസ്സിലായോ? നിങ്ങൾക്ക് ഈ കരിയറിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് നിങ്ങളായിട്ട് ഹാപ്പി അല്ല, നിങ്ങൾ മാനേജ്മെൻറ്റായിട്ട് ഹാപ്പി അല്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ജോലി നഷ്ടം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റോ, ഇപ്പോൾ നിങ്ങൾ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട്, ചാൻസ് ഉണ്ട്. ഒരു ഡിസ്ട്രക്ഷനാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് പിന്നെ ഒരു ചേഞ്ച്, മനസ്സിലാവും? ഒരു വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക്. ഇതുപോലെ ഇപ്പോൾ പോകുന്ന പോലെയല്ല നിങ്ങളുടെ കരിയർ പോകാൻ പോകുന്നത്. വളരെ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ട്. അതിനുശേഷമാണ് നിങ്ങളുടെ കരിയറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടെ ആണ് ഇവിടെ കാണിക്കുന്നത്. സൺ കാർഡാണിത്. ഹാപ്പിനെസ് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തോ ക്ലിയർ ആവുന്ന പോലെ, സൂര്യൻ വരുമ്പോൾ, വെളിച്ചം വരുമ്പോൾ എല്ലായിടത്തും വ്യക്തത വരും. അതും ഒരു ഇതാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ലിയോ സോഡിയാക് സൈൻ ആണിത്.
3 ഓഫ് കപ്സ്. ഇത് ഫ്രണ്ട്സ് വഴി, ഇതും ഹാപ്പിനെസ് തന്നെയാണ്. 3 ഓഫ് കപ്സ് ആണത്, ഫ്രണ്ട്സ് ആണത്. 3 പേര് നിങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ ആണോ? നിങ്ങളൊരു ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ? എന്തായാലും അവിടെ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അത് നിങ്ങളിപ്പോൾ കാണുന്നില്ല, അത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ പതുക്കെ നിങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി വരുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നില്ല. ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ കരിയറിൽ. അത് നിങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു, പക്ഷെ പയ്യെ നിങ്ങൾക്കത് വെളിച്ചത്ത് വരുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടത്. അപ്പോൾ ആൾക്കാർ ഇവിടെ നിങ്ങളെ കുറിച്ചിട്ടോ വേറെ ആരൊക്കെയോ കുറിച്ചിട്ടോ ഇവിടെ ഗോസിപ്പ് പറയുന്നുണ്ട്. 2 പേര് ചേരുമ്പോൾ അവിടെ ഗോസിപ്പുകളാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ ഓഫീസ് പാർട്ടികളിൽ എല്ലാം വരുമ്പോൾ ഈ ഗോസിപ്പ് സ്പ്രെഡ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഓഫീസിലെ ഒരു കമ്പനിയിലെ സീക്രട്സ് ഒക്കെ മനസ്സിലാവുന്നത്. അതുമുണ്ട്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം സീക്രട്ട്, നിങ്ങളൊരു സീനിയർ പൊസിഷനിലാണെങ്കിൽ സീക്രട്സ് ഒക്കെ നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ അടിച്ച് കഴിഞ്ഞ് പാർട്ടിയിലൊക്കെ വെള്ളമൊക്കെ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നുണ്ടോ? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ സീക്രട്സ്, കമ്പനി സീക്രട്സ് പുറത്ത് വിടുന്നത് പോലെ ഒരു ഇതും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പാരയാവുന്നുണ്ട്. നിങ്ങൾ ചുറ്റുമുള്ളവർ അത് ശേഖരിച്ചിട്ട് നിങ്ങൾക്ക് പാര കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് നോക്കാൻ പോകുന്നത്? നോക്കാം. നിങ്ങൾക്ക് വേറെ കമ്പനിയിൽ പോകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉള്ള പോലെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ നിങ്ങൾക്കൊരു ഡയറക്ഷൻ ഇല്ല, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കുന്നത്. സ്കോർപ്പിയോ സോഡിയാക് സൈൻ ആണ്. ലിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അത് നിങ്ങളുടെ ജോലിയാണോ? മറ്റുള്ളവരുടെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് തെറ്റാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ കമ്പനിയിൽ നിന്ന് എന്താണ് മറച്ചു വയ്ക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ജോലിയാണോ? അങ്ങനത്തെ ഒരു പൊസിഷനിലാണോ നിങ്ങൾ? ഇവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മനസ്സിലായി? കുറേ ചോയ്സസ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ എന്താ പറയുക, നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സെയിൽസിൽ, മാർക്കറ്റിങ്ങിലുള്ളവർ, ഇപ്പോൾ മെഡിക്കൽ റെപ്പ് ആണെങ്കിൽ തന്നെ ഓഫേഴ്സ് കൊടുക്കുന്ന, ഡോക്ടേഴ്സിന് ഓഫേഴ്സ് കൊടുക്കുന്ന, ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോറിൻ ടൂറ് തരും, ഓഫർ തരും. അങ്ങനെയൊക്കെ ഒരു ഇതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഡയറക്ഷൻ ഇല്ല ഇവിടെ. നിങ്ങൾ ചെയ്യുന്നതൊന്നും അത്ര ഇതായിട്ട് അത് സക്സസ്ഫുൾ ആകുന്നില്ല. നിങ്ങളൊരു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു സീനിയർ പൊസിഷനിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. സീനിയർ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് നിങ്ങളുടെ മറ്റുള്ളവർക്ക് നിങ്ങളുള്ള വിശ്വാസവും എല്ലാം നിങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സീക്രട്സ്, കമ്പനിയുടെ വർക്ക് ചെയ്യുന്നവരുടെ സീക്രട്സ് നിങ്ങൾ കേട്ടിട്ട്, അവർക്ക് ഈ പാർട്ടിയിലൊക്കെ അവർ സംസാരിക്കാൻ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സീനിയർ മാനേജ്മെൻറ്റിനോട് പറയുന്നുണ്ടോ? പക്ഷെ അത് നിങ്ങൾക്ക് ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നല്ലൊരു ക്യാരക്ടർ അല്ല അത്. പക്ഷേ നിങ്ങൾക്കൊരു ബാക്ക് ഫയർ ചെയ്യാൻ ഫ്യൂച്ചറിലൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ സീനിയർ പൊസിഷൻ കിട്ടണമെന്നാണ്. പക്ഷെ അതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്ന വഴി, അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്ന വഴി ശരിയല്ല. ഇതുകൊണ്ടാണ് ഇവിടെ ഡിസ്ട്രക്ഷനും ടോക്സിസിറ്റിയും പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിന് മറ്റുള്ളവരെ ചതിക്കുന്നുണ്ട്. അതൊരു പണിയാവും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് 2025? അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നാളായിട്ട്. 2025 എന്താണ് നടക്കാൻ പോകുന്നത്? മെന്റൽ ക്ലാരിറ്റി. നിങ്ങൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടും. നിങ്ങൾക്ക് എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെടും 2025. നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളാണ്, നിങ്ങളെ വിശ്വസിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ
നിങ്ങൾ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് കമ്പനിയിൽ. കമ്പനിക്ക് ഇത് ഇവർക്കെതിരായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മറ്റുള്ളവരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയിട്ട് നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഈ സീക്രട്സ് ഒക്കെ മാനേജ്മെൻറ്റിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഈ എംപ്ലോയീസ് അത് തിരിച്ചറിയും കുറച്ച് കഴിയുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങളോട് അടുത്ത് പെരുമാറുന്നവരെ തിരിച്ചറിയും, അവർക്ക് ക്ലാരിറ്റി വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പുറത്താവും എന്നാണ് പറയുന്നത്. ആൾക്കാർക്കൊന്നും നിങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിൽക്കാൻ പറ്റില്ല അധിക നാൾ. 2005 നിങ്ങളെ വിശ്വസിക്കുന്നവരെല്ലാം നിങ്ങളെ തഴയും. കാരണം നിങ്ങളുടെ സ്വഭാവം കൊണ്ടിട്ട്, മനസ്സിലായോ? ഒറ്റപ്പെടും നിങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ഇത് അറിയുമ്പോൾ നിങ്ങൾക്കതൊന്ന് ഈ വഴിയൊന്ന് മീൻസ് ഇതൊന്നും നിർത്തണം, കുറച്ച് നാളത്തേക്ക് ഇതൊന്നും വേണ്ടാന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കും. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്യും, മനസ്സിലായോ? പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇതിലിവിടെ ഒരു നല്ല പൊസിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. കാരണം എംപ്ലോയീസിനെ നമ്മൾ പാര വയ്ക്കുമ്പോൾ നമുക്ക് ആ പാര തിരിച്ചു വരും. ഒരു കമ്പനിയിൽ എംപ്ലോയീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് അത്ര വില തരുന്നില്ല, മനസ്സിലായോ? അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് എംപ്ലോയീസ് അറിഞ്ഞെന്ന് വരുമ്പോൾ അത് മാനേജ്മെൻറ്റിനെതിരെ തിരിയുമ്പോൾ അവർ നിങ്ങളെയാണ് കുറ്റപ്പെടുത്താൻ പോകുന്നത്, നിങ്ങളെ ചൂണ്ടിക്കാണിക്കും, നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കാണ് പണി വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികളെല്ലാം നിർത്തിവെക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്? ഇതെന്താണ് ഈ രണ്ടാമത്തെ റീഡിങ് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല. വളരെ ടോക്സിക് ആയ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഡിസ്ട്രക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാശം ഇവിടെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഗോൾസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊളീഗ്സിനെ ചീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ കമ്പനി നിങ്ങളോട് കടപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ അവരുടെ സീക്രട്സ്, എംപ്ലോയീസിൻ്റെ സീക്രട്സ് കമ്പനിക്ക് ഏൽപ്പിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും കമ്പനിക്ക് കടപ്പാടൊന്നുമില്ല. കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ പുറത്ത് ചാടിക്കാം. അപ്പോൾ അതുകൊണ്ട് സൗഹൃദത്തോടെ എല്ലാവരോടും പെരുമാറണം. അവരുടെ വിശ്വാസത്തിന് ചോദ്യം ചെയ്യരുത്, വിശ്വാസവഞ്ചന കാണിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് കമ്പനി ഒരു ഓഫറും തരാൻ പോകുന്നില്ല, അവർ തിരിച്ചെടുക്കും. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പണിയാവുമെന്ന് പറയുന്നുണ്ട്. 2025 കുറേ പ്രശ്നങ്ങൾ കരിയറിൽ വരുന്നുണ്ട്, പല കാര്യങ്ങളും ഇല്ലാതാവാൻ പോകുന്നുണ്ട്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ആകെ കണ്ടത് സ്കോർപ്പിയോ ആണ്, പിന്നെ ലിയോ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഇവിടെ. ഓക്കെ, ഇപ്പം അതാണ് രണ്ടാമത്തെ റീഡിങ്. ഇതൊരു വല്ലാത്ത എനർജി ആയിപ്പോയി. അത് തുടങ്ങിയ പ്രശ്നമായിരുന്നു ഇവിടെ. ടോക്സിക് മേജർ ചേഞ്ച്, ഡിസ്ട്രോയർ, രണ്ടുമാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കാണുന്നവർക്ക്. മൂന്നാമത്തെ റീഡിങ്, പൂച്ചകൾ തമ്മിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവിടെ. കരിയർ റീഡിങ് എടുത്ത് തുടങ്ങിയ പ്രശ്നമാണ്. എന്തായാലും നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഫൈനൽ റീഡിംഗ് ആണ്. ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭവാനി, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എടാ അടുത്ത കുരിശ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ചില സമയത്ത് പൂച്ചകളുടെ ഒച്ച കേട്ടുകഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ ബഹളം ഉണ്ടാക്കണ പോലത്തെ സൗണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീജുവനേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കരിയറിൽ പ്രശ്നങ്ങളുണ്ടോ? ഇവിടെ നിങ്ങളോടൊരു ബ്രേക്ക് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാവാൻ വഴിയില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് സെൽഫ് കെയർ വേണം. കാരണം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഒന്നും നോക്കുന്നില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനെ പറയുന്നത് നിങ്ങളോട്. ഓക്കെ, വന്ന കാർഡ്സ്, മറിഞ്ഞ കാർഡ്സൊക്കെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നോക്കാം എത്ര കാർഡ് മറിഞ്ഞിട്ടുണ്ടെന്ന്. ഭവാനി. ഓക്കെ, ഇവിടെ കർമ്മഫലം വരുന്നുണ്ട്, പിന്നെ മെഡിറ്റേറ്റ് ചെയ്യണം, സെൽഫ് കെയർ, മെഡിറ്റേഷൻ, ഡെഡിക്കേഷൻ, പിന്നെ കർമ്മ. ഈ 4 കാർഡ്സാണ് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വന്നേക്കുന്നത്. ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ ശുദ്ധമായ മനസ്സോടെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഡെഡിക്കേഷൻ, പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എടുത്തു ചാടി ചെയ്യാതെ അതിനെക്കുറിച്ച് ആലോചിക്കുക. അതിൻ്റെ വരായികൾ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ
ജോലി 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 എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങളുടെ ഹെൽത്തും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കണം. 24 മണിക്കൂറും ജോലിയുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഓക്കെ, ഫൂൾ കാർഡാണ്, റിവേഴ്സാണ് വന്നേക്കുന്നത്. ഫൂൾ എന്ന് പറഞ്ഞാൽ ഒരു അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ്, എല്ലാത്തിലും ഒരു തുടക്കം, നല്ലൊരു തുടക്കമാണ് ഫൂൾ എന്ന് പറഞ്ഞാൽ. അല്ല, അപ്രൈറ്റ് വന്ന ഇത് റിവേഴ്സാണ് വന്നേക്കുന്നത്. റിവേഴ്സ് വരാമെന്ന് വെച്ചാൽ ഇതിലൊരു വ്യത്യാസം വരും, ഒരു സ്റ്റക്ക് എനർജി പോലെ. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാര്യങ്ങൾക്ക്. നിങ്ങൾ എന്ത് ചെയ്താലും ഡിലേ വരുന്നുണ്ട് ഇവിടെ കരിയറിൽ. മുമ്പോട്ട് പോകുന്നില്ല കരിയർ. ഒരു തുടക്കം അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെ. ഒരു പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല, സാലറി ഹൈക്ക് ഒന്നുമില്ല ഇവിടെ. ആകെ കൂടെ ഒരു ഇല്ലാത്ത പോലെ. അവർ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് ജോലി തന്നെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതൊന്നും വരുന്നില്ല. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇത് നിങ്ങൾക്ക് കുറേ ഹോപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നാലും നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേറെ ആരോ നിങ്ങളുടെ ഇവിടെ നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത് ആൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളിവിടെ വന്ന് കയറി, നിങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് കയറിയത്. പക്ഷേ ഇവിടെ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ഇവിടെ ഒരു ക്വീൻ ഓഫ് വാൻസിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, വളരെ നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് മോഹിച്ച് കയറിയ കമ്പനിയാണെങ്കിലും ഇവിടെ ഒന്നും നടക്കുന്നില്ല. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളൊരു സിംഗിൾ മദറാണോ, സിംഗിൾ ഫാദറാണോ, അത് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ പൈസ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, എല്ലാത്തിലും പെൻഡിങ് വരുന്നുണ്ട്, പ്രൊമോഷൻ ഇല്ല, സാലറി ഹൈക്ക് ഇല്ല, ഒന്നുമില്ല ഇവിടെ. പക്ഷെ എന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങൾ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേറെ കമ്പനിയിലേക്ക് കയറാനായിട്ട് ഇനിയിപ്പോൾ ജോലി ചിലപ്പോൾ പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊരു പുതിയ കമ്പനിയിലേക്ക് പോയാൽ അവിടെ എന്തായിരിക്കും സിറ്റുവേഷൻ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നും നടക്കുന്നില്ലെങ്കിലും കംഫർട്ടബിൾ ആണ് സിറ്റുവേഷനിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ അക്വേറിയസും സ്ട്രോങ് അക്വേറിയസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ലീഡർഷിപ്പ് പൊസിഷനിലാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ കൗണ്ടർ പാർട്ടായിട്ടുള്ള 2 മാനേജേഴ്സ് ഉണ്ടെങ്കിൽ 2 മാനേജറും തമ്മിൽ അടിയാണ്. നിങ്ങൾ ചെറിയ പൊസിഷനിലല്ല, വലിയ പൊസിഷനിലുള്ള 2 പേരാണ്. അപ്പോൾ ഒരു വടംവലി നടക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മറ്റേയാൾ കേൾക്കുന്നില്ല, മറ്റേയാൾ പറയുന്ന നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നിങ്ങൾക്ക് 2 പേർക്കും ഈ കമ്പനി നിങ്ങൾ വിചാരിക്കുന്ന മറ്റേയാൾ പോട്ടെ എന്ന്. അയാൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആധിപത്യം കിട്ടും. പക്ഷെ അയാൾ പോകുന്നില്ല. അയാൾ വിചാരിക്കുന്നില്ല നിങ്ങൾ പോട്ടെ, നിങ്ങളും പോകുന്നില്ല. 2 പേരും ഒരു കംഫർട്ട് സോണിലായതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ഭയങ്കര വടംവലി ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വളരെ ഒരാൾ ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അവർ മോഡേൺ ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ അവർ സമ്മതിക്കില്ല. അവർ വളരെ ട്രഡീഷണലായിട്ട് മുമ്പോട്ട് പോകുന്ന എനർജിയാണ്. അപ്പോൾ അവരും നിങ്ങളും തമ്മിൽ മുഖം തിരിച്ചാണ് ഇരിക്കുന്നത്. 2 മാനേജേഴ്സ് ഉണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 പേരും ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത 2 പേരാണ് നിങ്ങളുടെ ഇതിലുള്ളത്. ഇത് നിങ്ങളുടെ മാനേജേഴ്സ് ആവും, അല്ലെങ്കിൽ നിങ്ങളാവാം, നിങ്ങളൊരാളാവും ഇതിനകത്ത്. മറ്റേ ആൾ നിങ്ങളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ പൊസിഷനിലുള്ള ഒരാളും ആവാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ പണി കിട്ടുന്നത്, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് ഈ ഒരു പേഴ്സൺ ഇവരുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രശ്നം ഇവിടെ. 2 പേരും ഈ സ്ട്രെങ്ത് റിവേഴ്സും ഡെവൽ റിവേഴ്സും ആണ്. ഇവിടെ അത്ര വലിയ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഇല്ല, ഒരു ഹാപ്പിനെസ് ഇല്ല ഈ സിറ്റുവേഷനിൽ. ഭയങ്കര ഒരു വടംവലിയാണ് നടക്കുന്നത്. ഒരു കാര്യവും നടക്കുന്നില്ല. കാരണം 2 പേരും 2 ധ്രുവങ്ങളിലാണ്. നിങ്ങൾ ഒരു സ്ഥലത്തും മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 2 പേരും ഭയങ്കര വാശിക്കാർ പോലെ. എന്താണ് 2025 ഇവിടെ നടക്കാൻ പോകുന്നത്? അപ്പോൾ ഇവിടെ ലിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. എന്താ നടക്കാൻ പോകുന്നത് ഇവിടെ? ഇവിടെ പണിയൊന്നും നടക്കില്ല. ഈ കമ്പനി മിക്കവാറും ഇത് ഇവിടെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല 2025. 2025 ഇതുപോലെ തന്നെ ജോലിയൊന്നും നടക്കുന്നില്ല. 2 പേരും സെൽഫ് ഡെവലപ്മെൻറ്റ് ട്രൈ ചെയ്യുന്നില്ല. മറ്റയാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 2 പേരും ട്രൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ 2025 ഇവിടെ ഒരു ഷോ ഡൗൺ നടക്കാൻ വഴിയുണ്ട്. മാനേജ്മെൻറ്റ് ഇടപെട്ട്
കാരണം നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസിനെ കമ്പനി സഫർ ചെയ്യാൻ പാടില്ല, അതുപോലെ എംപ്ലോയീസ് സഫർ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ തന്നെ രണ്ടുപേരും ഒരു ഫ്യൂച്ചർ, നല്ലൊരു കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടായിരിക്കും നിങ്ങൾ തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ അവർ മാനേജ്മെൻറ്റ് പൊസിഷൻ തന്നത്. പക്ഷെ നിങ്ങളെ കൊണ്ട് ഗുണമില്ല. അങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്കും ഇമോഷണൽ ഒരു എന്താ പറയുക, വളരെ ഇമോഷണലായ ഒരു രണ്ടുപേര് പോലെയാണ് ഇവിടെ പെരുമാറുന്നത്. എന്തായാലും അവസാനം നിങ്ങൾ എന്താ പറയുക, രണ്ടുപേരും തമ്മിലൊരു എന്താ പറയുക, ഈ ശീതസമരം അവസാനിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരും. മനസ്സിലാവുണ്ടോ? കാരണം മുമ്പോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. അത് ആ സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇവിടെ ഇമോഷൻസിൻ്റെ കുറേ പ്രശ്നം കാണിക്കുന്നുണ്ട്. സെൽഫ് ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, ഡിസിപ്ലിൻ ഇല്ല, ഒരു ട്രെയിനിങ് നടക്കുന്നില്ല, നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നില്ല, ഒരു കമ്പനിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതൊരു എന്താ പറയുക, ഒരു ജന്മിത്തം പോലെ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തന്നെ ഇവിടെ റീതിങ്കിങ് അപ്രോച്ച്. അവസാനം നിങ്ങൾ ഈ സിറ്റുവേഷൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം എത്ര നാൾ സാലറി ഒന്നും കൂടാതെ, സെയിൽസ് ഒന്നും ഇല്ലാതെ, അല്ലേ, ഒരു തുടങ്ങിയ സ്ഥലത്തുനിന്ന് ഒരു പുരോഗമനം ഇല്ലാതെ എത്ര നാൾ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യും? അപ്പം നിങ്ങൾ എന്തായാലും ഒരു അവസാനം, ഈ വർഷം അവസാനത്തോടുകൂടി നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊരു തീരുമാനമെടുക്കും. ഒന്നും ഇങ്ങനെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ എന്താണ് അഡ്വൈസ്? ഇഷ്ടംപോലെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം കാരണം. മനസ്സിലായി? സ്വാർത്ഥതയാണ് അത്. കാരണം രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് റെഡിയല്ല. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അയാൾ പറയുന്നത് നല്ലതാണെങ്കിൽ പോലും നിങ്ങളൊരു എന്താ പറയുക, ഒരു മാടമ്പി സ്വഭാവം കാണിക്കുന്ന പോലെ നിങ്ങളും ആ പേഴ്സണോ ഒരാൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾ റെഡിയല്ല. ഞാൻ ഒരു മാസം മുമ്പ് ജോയിൻ ചെയ്ത്, സിനിമയിലൊക്കെ നമ്മൾ കാണും, ഒരു മാസം മുമ്പ് ജോയിൻ ചെയ്താണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മാത്രമല്ല സഫർ ചെയ്യുന്നത്, നിങ്ങളും സഫർ ചെയ്യുന്നുണ്ട്, കൂടെ കമ്പനി സഫർ ചെയ്യുന്നു, അത് നിങ്ങളുടെ കൂടെ ജോലി എടുക്കുന്നവർ സഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നിങ്ങൾ വരുത്ത, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. എന്തായാലും നിങ്ങൾ അവസാനം ഇതിന് ഒരു തരത്തിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ആൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമുക്കൊന്ന് സോൾവ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പ്രശ്നമാകും, ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല. വീട്ടിലുള്ളതൊക്കെ വിറ്റുമുടിച്ചായിരിക്കും ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. മനസ്സിലാണോ? പ്രോഫിറ്റ് കിട്ടിയാലേ നമുക്ക് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചും അവിടെ നിന്ന് ലോൺ എടുത്ത് ഇവിടെ നിന്ന് ലോൺ എടുത്താണ് ഇന്ന് ഓടിക്കുന്ന ഈ സാധനം. അപ്പോൾ ഇത് പണിയാവും. അവസാനം എല്ലാം കൂടെ തലയിൽ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നേരെയാവുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, കാപ്രിക്കോൺ, ലിയോ, അക്വേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ ഈ നിമിഷം വരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.